ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടല്ല, ചേച്ചിക്ക് വേണ്ടിയിട്ട്. ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയാവുന്നതാണ്. എനിക്ക് ആ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതിന് വേണ്ടി റെഡിയാവുന്ന തൊട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉണ്ണിക്കുട്ടനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഞാനും ചേച്ചിയൊക്കെ ആയിട്ട് പോകുന്നു. ചേച്ചിയുടെ കുട്ടികളുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക. അപ്പം TV വെച്ചിട്ടുണ്ട്. TV ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ പുറകിലാണ് TV ഉള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഉണ്ണിക്കുട്ടൻ ഞാൻ പോകുമ്പോഴത്തേനും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അവനൊരു വിഷമമില്ല. അവൻ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ട് ഞാൻ പോയി. അവൻ കരയാണെങ്കിൽ എനിക്ക് വിഷമമായിരുന്നു. പിന്നെ കൊണ്ടുകൊണ്ട് വന്നതന്നെ. അവനെ കൊണ്ടുപോയി ഭയങ്കര അലമ്പാട്ടോ. പുറത്ത് പോയാൽ കടയിലൊന്നും അവനെ കൂട്ടി പോകാനേ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവനെ കൂട്ടിയില്ല. ചേച്ചിയുടെ പിള്ളേർ 2 പേരുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടി ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇടയ്ക്കൊന്ന് അവൻ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ അവൻ വരുമായിരിക്കും, പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പം അങ്ങനെ ഞങ്ങളിന്ന് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ കേട്ടോ. അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോകാൻ റെഡിയാവുമെന്ന് കണ്ടിട്ടാണ്. പക്ഷെ അവൻ്റെ മുമ്പിൽ നിന്ന് റെഡിയായിട്ട് അവനെനിക്ക് ഒരു വിലയും തന്നില്ല. സാരമില്ല. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് വിശേഷങ്ങളിൽ. അങ്ങനെ കണ്ണൊക്കെ എഴുതി റെഡി ആവുകയാണ് കേട്ടോ. പുറകിൽ TV ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് TVയിലോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും വിചാരിക്കില്ല ആരും. പൊട്ടൊക്കെ കുത്തി ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന കേട്ടോ. വേഗം ഓടിച്ചൊന്ന് കാണിച്ചിട്ട് പോവാം. അപ്പം എനിക്ക് ലിപ്സ്റ്റിക്കും ഈ കണ്ണിൻ്റെ കാര്യങ്ങളുമാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ഇടും, അത് മസ്റ്റാണ്. ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്തു പോലും ഇറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ കണ്ണ് നന്നായിട്ട് എഴുതും കേട്ടോ. ഐലൈനർ ഇടും, അടിയിൽ കാജൽ എഴുതും, പിന്നെ പിരികവും കൂടി എഴുതും കേട്ടോ. അതിപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയതാണ്. കുറച്ച് കാലമായിട്ടുള്ളൂ പിരികമൊക്കെ എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഫേസിൽ ഞാൻ അധികം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാറില്ല. സൺസ്ക്രീൻ തന്നെ വല്ലപ്പോഴേ ഇടാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. ലിപ് ലൈനർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് റെഡിയായി ഞങ്ങൾ പോവാണ് കേട്ടോ. എനിക്ക് കുറച്ച് കമ്മൽ വാങ്ങിക്കാനുണ്ട്. ഞാൻ കൂടുതൽ ഇങ്ങനെ ഫാൻസി കമ്മലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഗോൾഡ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഗോൾഡ് ഇട്ടാൽ പിന്നെ എപ്പോഴും അതിന് ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ഫാൻസി കമ്മലാകുമ്പോൾ എപ്പോഴും മാറി മാറി ഇടാമല്ലോ. പിന്നെ ഞാൻ വീട്ടിൽ കൂടെ നടക്കുമ്പം കമ്മൽ യൂസ് ചെയ്യാറേ ഇല്ല. അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ താഴത്തെ കമ്മൽ ഊരി വെക്കും. അത് ഞാൻ ഇടാറേ ഇല്ല. എവിടെയെങ്കിലും പോകാനോ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് കമ്മൽ വാങ്ങിക്കാനുണ്ട്. കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ കമ്മലൊക്കെ ഒരെണ്ണമൊക്കെ ഊരി പോകും, അല്ലെങ്കിൽ ബാക്കിലത്തെ പോവും. അങ്ങനെ എൻ്റെ കയ്യിൽ കമ്മലൊക്കെ പോയി തീർന്നു. ഇത് കണ്ട നല്ലൊരു ബാഗ് കേട്ടോ. ഇതെൻ്റെ അനിയത്തി തന്നാട്ടോ എനിക്ക്. അപ്പോൾ ഞങ്ങൾ പോവുകയാണെങ്കിൽ തുമ്പിക്ക് വലിയ ഇഷ്ടമായിട്ടോ വീഡിയോയിലൊക്കെ വരാൻ. ഇത് കണ്ട ചേച്ചി പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുക. എന്താ ജാടല്ലേ, വേറും അഹങ്കാരിന്ന്. എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിയാം, അതിന് വേണ്ടി തന്നെ പറയുന്ന. പിന്നെ ഇത് കണ്ടോ കുഞ്ഞിരിക്കുന്നുണ്ടോ. കുഞ്ഞിൻ്റെ കയ്യിൽ അവൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവനെ പ്രീ സ്കൂളിൽ ചേർത്തപ്പോൾ അതിന് വേണ്ടി എടുത്ത ഫോട്ടോയാണ്. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് പിടിച്ചുകൊണ്ടിരിക്കുക. ഇതുണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ആസാമിൽ. ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ, കുറച്ച് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ഫീൽഡൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ട് പശുവൊക്കെ നിന്ന് മേയുന്നത്. നമ്മുടെ റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പശു നടക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനെ അധികം ഇല്ലല്ലോ. ഞങ്ങളുടെ ഏരിയയിലേക്കില്ല കേട്ടോ. ഇതാണെങ്കിൽ ഇവിടുത്തെ വണ്ടിയുണ്ട്. ഈ ഓട്ടോ കണ്ടോ, അത് ഭയങ്കര പതുക്കെ പോത്തുള്ളൂ. അതിന് പിൽപ്പിലി എന്നാട്ടോ പറയുന്നത്. അല്ലെങ്കിൽ ടോട്ടോന്നോ അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. ഞങ്ങളതിന് ഓട്ടോ എന്ന് തന്നെ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി അത് കേട്ടോ, ഫീൽഡൊക്കെ. അപ്പം ഞങ്ങൾ തുമ്പിക്ക് യൂണിഫോം എടുക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിശാലിൽ പോകുന്നുണ്ട്. വിശാലില്ലാത്ത സാധനങ്ങളില്ല. A to Z എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അവിടെ കയറിയ പിന്നെ വേറൊരു കടയിലും കയറേണ്ട ആവശ്യമില്ല. കുറച്ച് റേറ്റും കുറവാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി പറയാറുണ്ട് ക്വാളിറ്റി കുറവായിരിക്കുന്നു. എനിവേ ഞങ്ങളവിടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ചേച്ചിക്ക്. എനിക്ക് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങണമെന്ന് തോന്നും ഗൈസ്. കാരണം എനിക്ക് ആർത്തിയാണ്. എന്ത് സാധനം കണ്ടാലും വാങ്ങണമെന്ന് തോന്നും. അവിടെ ഇല്ലാത്തൊന്നുമില്ല. പാത്രങ്ങൾ, ചെരുപ്പ്, ഡ്രസ്സ്, ബാഗുകൾ, ബുക്സ്, ഇങ്ങനെ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഈ കുപ്പിയൊക്കെ. എന്താണെന്ന് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ആർത്തിയാണ്, പാത്രത്തിനോടൊക്കെ. അപ്പം എനിക്ക് കമ്മൽ വാങ്ങാൻ കയറുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കമ്മലൊക്കെ എനിക്ക് ചെറുത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും വാങ്ങിയില്ല. കാരണം ഇതിങ്ങനെ സ്റ്റിക്കറാണ് കേട്ടോ, ഒട്ടിക്കുന്ന സ്റ്റിക്കർ. എനിക്ക് അങ്ങനത്തെ കമ്മൽ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇല്ല. അതുകൊണ്ട് എനിക്കത് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ വാങ്ങിയില്ല. അയാൾ പറഞ്ഞു നല്ലതാണെന്ന് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒട്ടിക്കുന്ന കമ്മലായതുകൊണ്ട്. അതിൽ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. ഇവിടെ ഒരുപാട് കമ്മലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടൗണിലേക്ക് ഒറ്റയ്ക്കധികം വരാത്തതുകൊണ്ടേ നമുക്കിങ്ങനെ വന്ന് കടയിൽ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാം. ചേട്ടയുടെ വരുമ്പോൾ ഒന്നും നോക്കാറില്ല. വരുന്നു, കൊണ്ട് നിർത്തുന്നു, അവിടെ ഇറങ്ങുന്നു, വാങ്ങുന്നു, കയറുന്നു. അത് കാരണം തന്നെ പോകുമ്പോൾ ഇച്ചിരി പാടാം. ഇതുണ്ട് ഞാനത് ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് വിശാലിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അവനൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ അവനത് പഠിക്കുന്നില്ല കേട്ടോ. ഞാൻ കൊണ്ടുവന്നിട്ടും ഇത് പാത്രം കഴുകുന്ന സാധനമാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമാണ്.
ഞാൻ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിയത് ചെറിയ റേറ്റുള്ളൂ കേട്ടോ. ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്, ഹിമാലയയുടെ ഒരു കാജൽ വാങ്ങി 50 രൂപയാണ് ഇതിന്. പിന്നെ കുറേ കമ്മൽ വാങ്ങി, കുറേ അല്ല കുറച്ച്. അപ്പോൾ അത് കാണിച്ചു തരാം. കണ്ടത് കേട്ടോ, ചെറിയ ചെറിയ കമ്മൽ. ആ ചുരിദാർ അധികം യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടേ ഇപ്പം മിക്കവാറും ജീൻസൊക്കെ ആയിരിക്കും ഇടുന്നത്. അന്നേരം വലിയ കമ്മൽ കൊണ്ട് ഗുണം വരുന്നില്ല. വല്ല കാലത്തും അല്ല സാരി എടുക്കുന്നൊക്കെ ഉള്ളൂ, അപ്പോൾ ഇടാലോ വലിയ കമ്മൽ. ചെറിയ കമ്മൽ എപ്പോഴും വേണ്ടി വരും ജീൻസൊക്കെ ഇടുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ ചെറുതാണ് എപ്പോഴും വാങ്ങുന്നത്, വലുത് അങ്ങനെ വാങ്ങാറില്ലേ. അപ്പം അതിനിടയ്ക്ക് ഇച്ചിരി വലുത് കണ്ടോ. ഇത് ഞാൻ ഇന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതെനിക്ക് വലിയ ഇഷ്ടം, കുറേ നാളെ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെ 2 ഹുക്ക് വാങ്ങിയിട്ടുണ്ട്. ഹുക്ക് എന്നല്ലേ അതിൻ്റെ പേര്, ഇങ്ങനെ കൊളുത്ത്. അത് 2 ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ വാങ്ങി. അതിന് വലിയ റേറ്റും ഇല്ല, കണ്ടോ 25 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.